അപ്പോൾ എനിക്ക് ഒരു 32 വർഷം വരെ എൻ്റെ കാത് പഴുക്കുമായിരുന്നു. എന്നും ചോരയും പഴുപ്പും വന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം കാത് ഇന്ന് കമ്മൽ ഊരി വെച്ചിട്ടാണ് കിടന്നുറങ്ങാറ്. കാര്യം ഇങ്ങനെ പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കും. കിടക്കാൻ നേരം ഞാൻ മുറിവെണ്ണ അല്ലെങ്കിൽ ഉപ്പൊക്കെ തൊട്ടിട്ടാണ് കിടക്കാറ് പതിവ്. അപ്പം ഞാനിവിടെ 2021 ഏപ്രിൽ മാസം വന്ന് ഉടമ്പടി എടുത്തു, രണ്ടാമത്. ആദ്യത്തേത് അങ്ങനെ അങ്ങ് വിട്ടുപോയായിരുന്നു. അങ്ങനെ 2021 ഏപ്രിൽ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഫലമായി ഞാൻ അന്നത്തെ ദിവസം തൊട്ട് ഞാൻ ഈ കാതിൽ ഇവിടുത്തെ ഉടമ്പടി തൈലം ഞാൻ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 3-ാമത്തെ ദിവസം ഞാൻ കാതിൽ നിന്ന് കമ്മൽ ഊരി വെക്കാൻ മറന്നുപോയി. പിറ്റേ ദിവസം ഞാൻ പോകാനൊരുങ്ങിയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ കാതിൽ നിന്ന് കമ്മൽ ഊരാൻ മറന്നുപോയല്ലോ. അങ്ങനെ കാതെ പിടിക്കുമ്പം കാത് നല്ല ഉണങ്ങി ഒരു പഴുപ്പോ ചോരയോ വരാതെ ഇരിക്കുന്നുണ്ട്. അന്ന് മുതൽ ഞാൻ കമ്മൽ കാതിൽ നിന്ന് ഊരിയിട്ടില്ല. അത് എൻ്റെ ഒരു വലിയൊരു സാക്ഷിയാണ്. കാര്യം 32 വർഷമായി ഞാൻ കാത് കുത്തിയിട്ട്. ഇത്രയും നാൾ വരെയും ഞാൻ എന്നും കാത് പഴുത്തിങ്ങനെ ചോരയും പഴുപ്പും വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അത് ഉടമ്പടി തൈലം തൊട്ടിട്ടതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മാതാവ് എൻ്റെ കാതെ തൊട്ട് സുഖപ്പെടുത്തി എന്നുള്ള വലിയൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് 2 വർഷത്തോളമായി എൻ്റെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ലൂസായിട്ടേ പോകുകയുള്ളായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യം ഞാൻ ഓർക്കും അത് വെറുതെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഹെൽത്തിൻ്റെ ക്ലാസ്സൊക്കെ വയ്ക്കുമ്പോൾ അവർ പറയും, കുറേ നാളായിട്ടിങ്ങനെ വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളത് കാണിക്കണം. അപ്പോൾ ക്യാൻസറിൻ്റെ ടെസ്റ്റൊക്കെ വരുമ്പോൾ എനിക്ക് പേടിയാണ് കാണിക്കാൻ. അങ്ങനെ പിന്നെ അത് വയറ്റിൽ നിന്ന് പോകുന്നത് ലൂസായിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങനെ ഒരു കറുപ്പ് കളറിലായി. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ്, കുഞ്ഞ് ഇത് ക്യാൻസറിൻ്റെ സിംറ്റമാണ്, ഇത് നീ ഒന്ന് കാണിക്ക്, നമുക്ക് വണ്ടാനത്ത് കൊണ്ടുപോയി എന്തിനും മരുന്നുണ്ടല്ലോ, നീ ഇത് വെച്ചുകൊണ്ട് നടക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ പിന്നെയും ടെസ്റ്റിനൊന്നും പോയില്ല. ഇത് വെച്ചുകൊണ്ട് ഞാൻ നടക്കും. എല്ലാ ദിവസവും എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് വയറിന്. എന്തും കഴിക്കാൻ പറ്റത്തില്ല, വിശപ്പില്ല. ഒരു ദിവസം പോലും വിശപ്പില്ലാത്തൊരവസ്ഥയാണ്. എല്ലാവരും കഴിക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം ഒരു അല്പം കഴിക്കുമെന്നല്ലാതെ എനിക്ക് വിശപ്പുള്ള ഒരവസ്ഥയില്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു, എൻ്റെ വയറിൻ്റെ അസുഖം മാറ്റണേ മാതാവേ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവുന്നു. അങ്ങനെ അന്ന് ഞാൻ വീട്ടിൽ പോയി ഉടമ്പടി തൈലം തൊട്ട് വയറിറ്റത്തൊക്കെ തേച്ച് പ്രാർത്ഥിച്ചു. ഉപ്പൊക്കെ ഉപയോഗിച്ചു. ഉപ്പ് രാത്രി വെള്ളത്തിൽ ചേർത്ത് ഞാൻ കുടിക്കുകയൊക്കെ ചെയ്തു. രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയപ്പോൾ ആ ഒരു കളറും ഇല്ല. നമുക്ക് നോർമലായിട്ട് പോകുന്ന ആ ഒരു വെള്ള കളറിൽ തന്നെ എൻ്റെ വയറ്റിൽ നിന്ന് പോവുകയും നോർമലായിട്ട് തന്നെ വയറ്റിൽ നിന്ന് പോയി മാതാവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തി എന്നുള്ള വലിയൊരു വിശ്വാസം എനിക്കുണ്ട്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. അതുപോലെ പെസഹ വ്യാഴത്തിൻ്റെ അന്ന് എൻ്റെ അപ്പച്ചന് പെട്ടെന്നൊരു ശ്വാസം മുട്ടലുണ്ടാകുകയും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു മരിച്ചൊരവസ്ഥയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പം പ്രൊവിഡൻസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ പറ്റത്തില്ല, നിങ്ങൾ വണ്ടാനത്ത് വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ വണ്ടാനത്ത് കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കോ, ഈ ആൾ മരിച്ചൊരവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അച്ഛൻ അന്നേരം ഈ നീല കളറിലായിപ്പോയി, തണുത്ത് ഒരു വല്ലാത്തൊരവസ്ഥ. അപ്പം പെട്ടെന്ന് നമ്മൾ പിന്നെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവർ പറഞ്ഞ് 8 മിനിറ്റായി ഹൃദയമിടിപ്പ് നിന്ന് പോയിട്ട് ഞങ്ങൾ പരിശ്രമിക്കാം എന്ന് പറഞ്ഞ്. അങ്ങനെ അവർ അതിനകത്ത് കയറ്റി 4 ദിവസമായിട്ടും ഒരിതുമില്ല. അപ്പോൾ വെൻറ്റിലേറ്ററിലാണ് അച്ഛൻ അന്നേരം. ഇപ്പോൾ 3-ാമത്തെ ദിവസം വൈകിട്ട് നേഴ്സ് വന്ന് പറഞ്ഞു ആർക്കെങ്കിലും കയറി കാണാം, പക്ഷേ കണ്ണിൻ്റെ തുടിപ്പൊക്കെ പോയി കിടക്കുവാണ്, മരിച്ചൊരവസ്ഥയിലാണ്, ഞങ്ങൾ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു ഉറപ്പും പറയത്തില്ല, ആ ഒരവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കയറി കാണാനായിട്ടാണെങ്കിൽ ഒരു സങ്കടവും ഉണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിലപ്പോൾ കാശ് രൂപം ഉണ്ടായിരുന്നു, ഇതും കയ്യിലെടുത്ത് പിടിച്ച് ഞാൻ അതിനകത്ത് കയറുമ്പോൾ അച്ചായൻ ഇങ്ങനെ വെൻറ്റിലേറ്ററിൽ ഇങ്ങനെ മരിച്ചൊരവസ്ഥയിൽ നീല കളറാണ് അച്ചായന്, കണ്ണനങ്ങുന്നില്ല, ഒരു നീല കളർ ഇങ്ങനെ വിയർപ്പ് പോലെ ഇങ്ങനെ കിടക്കുവാണ്. എനിക്ക് പെട്ടെന്ന് ഈ കാശ് രൂപം വെച്ച് അച്ചായനെ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. കാശ് രൂപം എടുത്ത് നെറ്റിയിൽ വെച്ച്
കണ്ണിലൊക്കെ വെച്ച് 2 കണ്ണിലും മാറി മാറി വെച്ച്. അപ്പോൾ അവിടെ നിന്ന് നേഴ്സ് പറഞ്ഞ് എന്താ കൊച്ചേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ കാശുരൂപം വെച്ചൊന്ന് പ്രാർത്ഥിച്ചെന്നേ ഉള്ളൂ സിസ്റ്ററേ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു. ഞാനങ്ങനെ നെഞ്ചിലും 2 കൈയിലും ഈ തണുത്ത് മരവിച്ചിരിക്കുന്ന ആ 2 കാലിലും ഇനി കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഞങ്ങൾക്ക് പഴയതുപോലെ അപ്പച്ചനെ തിരിച്ചു തരണേ, നിൻ്റെ ഇഷ്ടം പോലെ ഈശോയെ മാതാവേ ഈശോയുടെ തിരുരക്തം എൻ്റെ അപ്പച്ചൻ്റെ മേലൂടെ ഒഴുക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു വിഷമമില്ലാത്തൊരവസ്ഥയിലാണ് തിരിച്ചിറങ്ങി പോരുന്നത്. എന്നിട്ട് അന്ന് 3-ാമത്തെ ദിവസം വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു. രാവിലെ അപ്പം എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ. അപ്പോൾ ഹസ്ബൻഡിനെ നേഴ്സ് രാവിലെ ഒരു മെഡിസിൻ മേടിക്കാൻ പറഞ്ഞു വിട്ടായിരുന്നു. പോയ മനുഷ്യനെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഓടി വാ, ജോസഫ് കണ്ണ് തുറന്നെന്ന് പറഞ്ഞു. അച്ഛൻ ഓടി ചെല്ലുമ്പോൾ പിന്നെ സിസ്റ്റർ പറയുന്ന ഒരു അത്ഭുതം സംഭവിച്ചു. മരിച്ചുപോയ ജോസഫ് ദേ കണ്ണ് തുറന്ന് മോനെ തിരക്കുന്നെന്ന് പറഞ്ഞു. ആ കാശുരൂപത്തിൻ്റെ പരിശുദ്ധ അമ്മ അന്നേരം അവിടെ വന്ന് ആ വെൻറ്റിലേറ്ററിൽ മാതാവ് വന്ന് ഈശോയോടൊപ്പം വന്ന് അപ്പച്ചനെ തൊട്ട് സുഖപ്പെടുത്തി. അപ്പച്ചൻ പിറ്റേ ദിവസം രാവിലെ തന്നെ കണ്ണു തുറന്ന് എല്ലാവരോടും സംസാരിച്ച് അച്ചായൻ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. അച്ചായൻ പറയുന്നത് ഈശോയെ പോലെ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നാണ് പറയുന്നത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. സങ്കീർത്തനം 68:20 മരണത്തിൽ നിന്ന് മോചനം നൽകുന്നത് കർത്താവാണ്. ഈശോയ്ക്ക് ഒരാളെ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും.